അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനപ്പന്തിയിലൊന്ന് കയറി, ആനക്കോട്ടയിലൊന്ന് കയറി. അമ്മയ്ക്ക് കുറേ നാളുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ്. നമ്മൾ കയറി വന്ന ഉടനെ തന്നെ ഇതുപോലെ ഒത്തിരി ഗജവീരന്മാർ നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ഇവിടെ വരിവരിക്ക് കാഴ്ചകൾ, ഈ നടന്നു പോകുന്ന റോഡ് സൈഡിൽ മൊത്തം ഇവന്മാർ തന്നെയാണ്. വളരെയധികം ഒരു എന്താ പറയുക, വേറെ ഫീലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പം. ഇവറ്റകളുടെ കുസൃതിയും അതുപോലെ തന്നെ ആ തലയെടുപ്പോടു കൂടിയുള്ള നൃത്തവും എല്ലാം കാണുമ്പം വേറൊരു ഫീലാണ്. ഒന്നാമത് ഞാനൊരു വല്ലാത്തൊരു ആനപ്രേമിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരൊക്കെ തൊട്ടടുത്ത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. പക്ഷേ കുറച്ച് സങ്കടപ്പെട്ടാലും നമ്മുടെ സേഫ്റ്റിയാണല്ലോ വലുത്. അതുകൊണ്ട് കുറച്ചകലെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വളരെ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ഒത്തിരി പേര് ആ കൊമ്പൊക്കെ ഇങ്ങനെ എടുത്ത് ആ തലയെടുപ്പോടെ ഇവന്മാരുടെയൊക്കെ നൃത്തം കാണുമ്പോണ്ടല്ലോ, അത് വേറെ വേറെ ഫീലാണ് മച്ചാന്മാരെ. അതുപോലെ ഇവിടെ ഒരാളെ കണ്ടു. പേര് ഒരു ചെറിയ തമാശയായി തോന്നിയെങ്കിലും ഇത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റേതായിട്ടുള്ള തന്നെ ആനയാണ്, ദേവസ്വം വകയായിട്ടുള്ള ആന തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ കാണാൻ കുറച്ച് തടിമിടുക്കുള്ള